കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി കാത്തിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള 3 അവേ മത്സരങ്ങളാണ്. ഗുവാഹത്തിയിൽ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ, അതിനുശേഷം ഒഡീഷയിൽ നമ്മുടെ കലിംഗ സ്റ്റേഡിയത്തിൽ ഒഡീഷ എഫ്സിക്കെതിരെ, അതിനുശേഷം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെ കിഷോർ ഭാരതി ക്രീഡാങ്കൺ സ്റ്റേഡിയത്തിൽ. അങ്ങനെ 3 അവേ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹർ ഒരു എക്സ്ക്യൂസ് പറഞ്ഞാണോ എന്ന് ചെറുതായിട്ടൊരു സംശയമില്ലാതില്ല. പുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിലൊന്നും ഇതത്ര സർവ്വസാധാരണമല്ല. തുടർച്ചയായിട്ട് 3 അവേ മത്സരങ്ങൾ കളിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ആരാധകരുടെ സപ്പോർട്ടിനെ കുറിച്ചും പുള്ളി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആരാധകർ ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ പോലും അവരുടെ പിന്തുണ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത്. ഒരുപക്ഷെ കലിംഗയിൽ വരുമ്പം അതൊക്കെ മാറും. കലിംഗയിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഉണ്ടായിരിക്കും. അത് ഉറപ്പാണ്. ഞാൻ കലിംഗയിൽ പോയപ്പോൾ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആരാധകരെങ്കിലും ഉണ്ടായിരുന്നത് കണ്ടതാണ്. ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വളരെ കുറച്ച് ആളുകൾ കാണും. കൊൽക്കത്തയിൽ കിഷോർ ഭാരതി ക്രീഡാങ്കൺ സ്റ്റേഡിയത്തിന്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അവിടെ ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ നമ്മുടെ ആശാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി കുറച്ചധികം ആരാധകർ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവേ മത്സരങ്ങൾ വരുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആശാൻ പരിശീലിപ്പിച്ചതൊക്കെ യൂറോപ്പിലെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ്. അപ്പം യൂറോപ്പിൽ കുറേ അധികം രാജ്യങ്ങളുണ്ട്. ഫുട്ബോൾ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ അവർ അഡ്വാൻസ്ഡ് ആണ്, ഒരുപാട് മുകളിലാണ്. എങ്കിൽ പോലും ജിയോഗ്രഫിക്കലി അവർ ഇന്ത്യ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തെ 7ാമത്തെ രാജ്യമാണ്. പക്ഷേ 3 അവേ മത്സരങ്ങൾ യൂറോപ്പിൽ സർവ്വസാധാരണമല്ലാത്തതുകൊണ്ട് അത്ര സിമ്പിൾ അല്ല കാര്യങ്ങളെന്നാണ് ആശാൻ പറഞ്ഞത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ.